ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ക്രിസ്തീയ വന്ദനം. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകൃപയാൽ കർത്താവ് നമ്മെ മുൻപോട്ട് നയിക്കുന്നു. കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ നമ്മളായിരുന്നു. വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ മുമ്പാകെ തുറന്നു വന്നു. ഭാഗികമായി നമ്മൾ അറിഞ്ഞിരുന്ന കാര്യങ്ങളെയൊക്കെ തുറന്ന് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുകയായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ ഇത്രത്തോളം നമ്മൾ വന്നു. ജയകരമായ ഒരു ആത്മീയ അനുഭവത്തിൽ നമ്മെ നടത്തുന്നു. വൻകൃപകൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രിയങ്കരനായ അച്ഛൻ നമ്മോട് ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി എന്നോണമാണ് പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു പോയത് കഴിഞ്ഞു പോയ ദീർഘമായ ആഴ്ചകൾ. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വാക്യങ്ങളുണ്ടോ, അല്ല മുതിർന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് ഡയറക്റ്റ് പറയുന്ന വാക്യങ്ങളുണ്ടോ എന്ന ആ ചോദ്യത്തിന് നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. എന്നാൽ അതൊരു പൂർത്തിപദത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ പറയേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എന്നാൽ അതും പറഞ്ഞുകൊണ്ടിരുന്നാൽ ബാക്കി ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോകുമല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞിരുന്നു അത് ഇടയ്ക്ക് സംസാരിക്കാം, അടുത്ത ചോദ്യത്തിൻ്റെ ഒരു ആൻസറിലേക്ക് കടക്കാമെന്നുള്ളത് പറയാനിടയായി. അപ്പോൾ ആ ഇടയ്ക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അതിന് പറ്റിയിട്ടില്ല. ദൈവം അനുവദിച്ച് നമുക്കത് ഈ പറഞ്ഞതുപോലെ വീണ്ടും ഇടയ്ക്ക് എപ്പോഴെങ്കിലും സംസാരിച്ച് പൂർത്തീകരിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്നും 4-ാം അധ്യായത്തിൽ നിന്നും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യ നൂറ്റാണ്ടിലെ സഭ തുടക്കകാലത്ത് സകലതും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നു വെച്ചു എന്നും, അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ സകലതും പൊതുവകയെന്ന് എണ്ണിയെന്നും, അവർ ഏക ഹൃദയത്തിനുടമകളായിരുന്നെന്നും ഏക മനസ്സിനുടമകളായിരുന്നെന്നും ഒക്കെ നമ്മൾ കണ്ടു. അതെന്താണ് ഇന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാത്തത്, ആ രീതി നിങ്ങൾ പെരുമാറാത്തത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ആൻസർ അത്യാവശ്യം കൃത്യമായി നമ്മൾ പറയാനിടയായിട്ടുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം കൊണ്ട് അതിൻ്റെ ചേർത്തച്ഛൻ പറഞ്ഞത് 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നിന്നൊരു ചോദ്യമാണ്. അതിങ്ങനെയായിരുന്നു: ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് പൗലോസ് തിമോത്തിയോസിനോട് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൗലോസ് അത് അനുഭവിച്ചിട്ടാണല്ലോ തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഒരു കപടഭക്തിയിൽ പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പൗലോസിൻ്റെ അനുഭവത്തിൽ നിന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുത്തു. തിമോത്തിയോസ് അത് ശിരസ വഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതെന്നാണ് ചോദ്യം വന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായും വൃത്തിയായും മറുപടി കൊടുത്തു. ഞങ്ങളത് ഫോളോ ചെയ്യുന്നു. അച്ഛനിത് നമ്മളോട് ചോദിക്കുന്നതിനും ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വിഷയം ആഴ്ചകളോളം എടുത്ത് പ്രസംഗിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതാണ്. അന്ന് വ്യക്തിപരമായി ഞാൻ പറയുകയും ചെയ്തു, ഈ വാക്യം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു വാക്യമാണ്, വ്യക്തി ജീവിതത്തിൽ ആ കാര്യങ്ങൾ സൂക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും ഉത്ബോധിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തെന്നുള്ള കാര്യം നമ്മൾ അച്ഛനെ അറിയിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു ചോദ്യം ചോദിച്ചു വെച്ചു, അച്ഛനെ കൊണ്ട് പറ്റുമോ ആ വാക്യം ഏറ്റെടുക്കാൻ എന്നുള്ളൊരു ചോദ്യം. കാരണം അങ്ങനെ നമ്മൾ ഓർത്തഡോക്സ് സമൂഹത്തിലോ യാക്കോബായ സമൂഹത്തിലുള്ളവരോടോ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ബദലുക്ക് ബദൽ ചോദ്യം. കാരണം നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിനെ, ബൈബിളിനെ ഒരു ആധികാരിക ഗ്രന്ഥമായും വിശുദ്ധ ഗ്രന്ഥമായും ദൈവത്തിൻ്റെ ശബ്ദമായും ഒക്കെ പരിഗണിക്കുമ്പോൾ അവരത്ര സീരിയസ് ആയിട്ട് ഈ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അനേക പുസ്തകങ്ങളൊരു പുസ്തകം മാത്രം, നമസ്കാര പുസ്തകങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളുടെ കൂട്ടത്തിലൊരു പുസ്തകം എന്നുള്ളതല്ലാതെ ഇത് ഈ പറയുന്ന പോലെ നൂല് പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മറുപടി കിട്ടില്ല. എങ്കിലും ഞാൻ ചോദിച്ചു വെച്ചു. ചിലവില്ലാത്തൊരു യാഗമല്ലേ ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത്. ഈ തിരിച്ചാ ചോദ്യം അങ്ങനെ അങ്ങ് വിട്ടു, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിത് ബാധകമാകുമെന്ന്. പക്ഷെ അത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ആ മെസ്സേജ് പൂർത്തീകരിച്ചെങ്കിലും അതിൻ്റെ അനുബന്ധമായൊരു കാര്യം ഉണ്ടായിരുന്നു. അതെൻ്റെ കണ്ണിപ്പെട്ടില്ല. അത് ഇത്രയേ ഉള്ളൂ. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളോട് അപ്പോസ്തോലിക സഭ ചെയ്തതുപോലെ ഇന്ന് ചെയ്യുവാൻ പറ്റുമോ? ഈ ചോദ്യത്തിൻ്റെ ഒരു കൃത്യമായ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന്. കാരണം കുറേ ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണല്ലോ. അതുകൊണ്ട് ഇന്ന് അങ്ങനെ സ്മൃതിപഥത്തിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നില്ല. ഏത് ടോണിലാണ് അച്ഛൻ ചോദിച്ചത്, എന്തർത്ഥത്തിലാണ് ചോദിച്ചത് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജനറലായിട്ടൊരു മറുപടി അതിന് പറയാമെന്നാണ് ധരിക്കുന്നത്. എന്നാൽ 2 രീതിയിൽ എടുക്കാം. 2 രീതിയിൽ. അതായത് 1-ാം നൂറ്റാണ്ടിലെ സഭ
അവർ പെരുമാറിയ ചില രീതികളുണ്ട്. യെരുശലേമിൽ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ സകല മനുഷ്യരും അത് അനുഭവിക്കുകയാണ്, വിശേഷത്തിൽ അവിടെയുള്ള ദൈവമക്കളും അത് അനുഭവിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പൗലോസും കൂടെയുള്ളവരും ചേർന്ന് മറ്റ് ദിക്കുകളിലുള്ള സഭകളിൽ ഈ കാര്യങ്ങൾ അറിയിച്ചു. അന്ത്യോക്യ മുതൽ അങ്ങ് ഏഷ്യ മൈനറിലും യൂറോപ്പിലും ഒക്കെ ഈ വിവരങ്ങൾ അറിയിച്ചു. അതുകൊണ്ടൊരു ധർമ്മശേഖരം നമ്മൾ സ്വരുക്കൂട്ടേണ്ടതുണ്ട്. യെരുശലേമിലെ വിശുദ്ധന്മാരുടെ ഉദവിക്കായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അതിൽ സഹകരിച്ചു, അതിൽ ഭാഗവാക്കായി. അങ്ങനെ ആ കാര്യങ്ങളുമായിട്ട് യെരുശലേമിൽ വന്ന് അവിടുത്തെ വിശുദ്ധന്മാരുമായി പങ്കിടുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതാണോ അച്ഛൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നീട് ഇവർ സ്വയം പറയാറുണ്ട് ഞങ്ങൾ അപ്പോസ്തോലിക സഭയാണെന്ന്. കാത്തലിക് സഹോദരങ്ങളും പറയും, ഇവരും പറയും ഞങ്ങളാണ് കേട്ടോ അപ്പോസ്തോലിക സഭകൾ, നിങ്ങളല്ല, നിങ്ങളൊന്നും കണക്കിൽ പോലും പെടുത്താൻ പറ്റുന്ന ആളുകളല്ല, ഞങ്ങളാണ് അപ്പോസ്തോലിക സഭകൾ. പിന്നെ തിരിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, തിരിച്ചു പറഞ്ഞാൽ വിവരം അറിയും. അപ്പോസ്തോലികമായ രീതിയിൽ രണ്ടെണ്ണം ചിലപ്പോൾ പറഞ്ഞു കളയും. അതുകൊണ്ട് അധികം വർത്തമാനം പറയാൻ നമ്മൾ നിൽക്കാറില്ല. അപ്പോസ്തോലികം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് കൈവപ്പാണ്. ഞങ്ങൾക്കാണ് കൈവപ്പുള്ളത്. പത്രോസിന് കൈവപ്പ് കിട്ടി. പത്രോസിൽ നിന്ന് ആ കൈവപ്പ് ഇങ്ങനെ ലീനൂസ് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കടന്ന് അത് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഞങ്ങളുടെ പാത്രിയാർക്കീസിൻ്റെയും അല്ലെങ്കിൽ ഞങ്ങളുടെ പോപ്പിൻ്റെയും ഒക്കെ മേൽ വന്ന് നിൽക്കുകയാണ്. അണമുറിയാത്തൊരു കൈവപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തോലികം എന്ന് പറയുന്നത്. അല്ലാതെ അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചതോ അപ്പോസ്തോലന്മാർ പ്രാക്ടീസ് ചെയ്തതോ അനുവർത്തിച്ചതോ ആയ കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല പ്രാധാന്യം. ഈ അപ്പോസ്തോലികം എന്നുള്ളത് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത സ്നേഹിതർ, പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നടക്കുന്ന ആദര ചർവണങ്ങൾ, ഇതൊക്കെ ഒത്തിരി കേൾക്കുന്ന ആളുകളല്ലേ. ആ കാരണത്താൽ ഈ വാക്കുകൾ ചെവിയിലെത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു അർത്ഥത്തിലാണ് ഇവർ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ പത്രോസ് സഞ്ചരിച്ച രീതികളോ പൗലോസ് സഞ്ചരിച്ച രീതികളോ അനുവർത്തിച്ച രീതികളോ അവർ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഏറ്റെടുക്കുന്നില്ല. ആ ഒരു അർത്ഥത്തിലല്ല ഞങ്ങൾ അപ്പോസ്തോലികം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒള്ളി കൈവപ്പ്. അപ്പോൾ ആ കൈവപ്പ് പൗലോസിന് കിട്ടിയോന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും കൈവപ്പല്ല കിട്ടിയ വലങ്കരം കിട്ടിയെന്ന് പറയും. തമാശകളാ, മൊത്തത്തിൽ തമാശകളാ. പത്രോസിനാണല്ലോ നിങ്ങൾ പറയുന്ന കൈവപ്പ് കിട്ടിയത്. പത്രോസിൽ നിന്ന് അതെങ്ങനെ പൗലോസിലേക്ക് വന്നു എന്നുള്ള റൂട്ട് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗലാത്യ ലേഖനം തുറക്കും. അവിടെ പൗലോസ് പറയുന്നുണ്ട് തൂണുകളായി എണ്ണപ്പെട്ട പത്രോസും പിന്നെ യാക്കോബും യോഹന്നാനും അവരാണല്ലോ തൂണുകൾ. അപ്പോൾ ഈ കേഫയൊക്കെ ഞങ്ങൾക്ക് കൂട്ടായ്മയുടെ വലങ്കരം തന്നു, റൈറ്റ് ഹാൻഡ് തന്നെന്ന്. കൂട്ടായ്മയുടെ വലങ്കരം അത് കൈവപ്പാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിരിക്കുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ഷാഡ്യം പിടിക്കും, അത് അങ്ങനെയാണ്, അത് ആ രീതിയിലും ഒക്കെ കൈവപ്പ് കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അത് തൽക്കാലം നമുക്ക് അംഗീകരിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. നിങ്ങളുടെ കൈവപ്പ് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ നമുക്ക് പരിഗണിക്കാം. അപ്പം ഈ ഒരു വിഷയത്തിലാണ് അങ്ങനെ പറയുന്നത്. ഇനി അതിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോസ്തോലിക സഭകൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ സാധുക്കളായ ആളുകളെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ചും മെസ്സേജിൽ അന്ന് പറഞ്ഞിരുന്നു. അതായത് അച്ഛൻ താമസിക്കുന്ന ആ കോട്ടയം ജില്ലയിലെ ഒരു ഭാഗത്ത് ഏതോ ഒരു പെന്തിക്കോസ് സഹോദരി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടിൽ താമസിക്കുന്നു. അവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തതോ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ദരിദ്രാവസ്ഥയിൽ കിടക്കുന്ന ഒരു കുടുംബമാണ്. അവർക്കൊരു വീട് വെച്ച് കൊടുക്കാനും അവരെ സഹായിക്കാനും ഒരു പെന്തിക്കോസുകാരൻ രംഗത്ത് വന്നില്ല. ഞങ്ങളൊക്കെ ഉണ്ടായുള്ളൂ, അപ്പോസ്തോലിക സഭകളായ ഞങ്ങളാണ് അവരെയൊക്കെ സഹായിക്കാനുണ്ടായത്, നിങ്ങളൊന്നും അങ്ങനെ ചെയ്തില്ല, നിങ്ങൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പാർട്ടീസാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതിനിപ്പോൾ മറുപടി പറയാമെന്ന് വെച്ചാൽ പല രീതി പറയേണ്ടി വരും. ഒന്ന്, ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്ന ആ സമൂഹം അത്ര വലിയ ധനാഢ്യരൊന്നുമല്ല. ഈ മധ്യ കേരളത്തിൽ കുറച്ച് ഭാഗത്തുള്ള ആളുകൾ മാത്രമാണ് ഇത്തിരി ധനാഢ്യരുള്ളത്. അവരൊക്കെയാണ് പേർഷ്യയ്ക്ക് പോയിട്ടുള്ളത്, അവരൊക്കെയാണ് അങ്ങ് ശീമയ്ക്ക് പോയിട്ടുള്ളത്. അല്ലാതെ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരൊന്നും ശീമയ്ക്ക് പോയിട്ടില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർക്കും 5-6 ബാങ്കിലൊന്നും അക്കൗണ്ടില്ല. അങ്ങനെ എല്ലാവരും കോടീശ്വരന്മാരൊന്നും അല്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് പേരുണ്ട്. അവരും ഒത്തിരി കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ബാക്കി എല്ലാവർക്കും ചെയ്യുന്നതിനും കൊടുക്കുന്നതിനും ഒക്കെ പരിമിതികളുണ്ട്. എന്നാലും ഉള്ളതൊക്കെ പങ്കിടുന്ന ആൾക്കാർ ധാരാളം ഇതിനകത്തുണ്ട്. അവർക്കുള്ളത് പങ്കിടുന്ന ആളുകളുണ്ട്. അതുപോലെ പല കാര്യങ്ങളും എനിക്കറിയാവുന്നൊരു സഹോദരൻ, അദ്ദേഹത്തിന് ആകെ 6-7 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അദ്ദേഹം പറയാം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പകുതി കൊടുത്തേക്കാന്ന്, കഷ്ടത്തിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി. അതൊക്കെ വലിയ മനസ്സുകളാണ്. അങ്ങനെ പറയുന്ന ഒരു ഇതിനകത്തുണ്ട്. അത് വേറെ അധികം പേര് അറിഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ.
അദ്ദേഹത്തിന് അതങ്ങനെ ആളുകളെ അറിയിക്കാനോ വീഡിയോ പിടിക്കാനോ യൂട്യൂബിലിടാനോ ഫേസ്ബുക്കിലിടാനോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം അതൊന്നും ചെയ്തില്ല. അതേസമയം ഞങ്ങളുടെ ഇടയിൽ കുറച്ച് ആൾക്കാർ ഈ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി നിലമ്പൂർ സൈഡിൽ. ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവർ കുറച്ച് ഏത്തക്കൊലയും പിന്നെ കുറച്ച് തേങ്ങയും മാങ്ങയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് 2-3 പേരെ അപ്പുറം ഇപ്പുറം നിർത്തിക്കൊണ്ട് അവർ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് എല്ലാത്തിലും അകത്ത് അവർ പ്രസിദ്ധം ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുമുണ്ട്. അതേസമയം വൻ കാര്യങ്ങൾ ചെയ്തിട്ടൊരു മനുഷ്യനറിയാത്ത രീതിയിൽ കാര്യങ്ങളെ, വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണത്, ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്നുള്ളത്. കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. നമ്മൾ മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയോ കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്ന് പറഞ്ഞാൽ മറ്റാരെയും അറിയിക്കേണ്ട ആവശ്യമില്ല, പ്രസിദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം അങ്ങനെ ഒരു സഹോദരിക്ക് അവിടെ വീട് ലഭിക്കാതെ പോയതിൻ്റെ കാര്യകാരണങ്ങൾ വളരെ വിദൂരതയിലിരിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് അറിയില്ല. എന്തെങ്കിലും റീസൺസ് കാണും, കാര്യകാരണങ്ങൾ കാണും. അതിന് ഇന്നത്തെ കാലത്ത് ജാതി മത വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ അനേകർ ഇങ്ങനെയുള്ള സാമൂഹ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നൊരു കാലമാണിത്. കഷ്ടത്തിലിരിക്കുന്നവരെ സഹായിക്കാനൊക്കെ ആളുകൾ മുന്നിട്ടിറങ്ങുന്ന ഒരു കാലമാണ്. എന്തുകൊണ്ട് അവിടെയുള്ള പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ കണ്ണിൽ അത് പെട്ടില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യ ഉത്തരവില്ല, നമുക്കറിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന്. അതേസമയം ആ കാര്യങ്ങൾ അറിഞ്ഞാൽ അതിന് സഹായഹസ്തം നീട്ടാൻ നല്ല മനസ്സുള്ള ധാരാളം പേര് ഈ സമൂഹത്തിലുണ്ടെന്നുള്ളതും മറ്റൊരു വാസ്തവമാണ്. തിമത്തിയോസിൻ്റെ ലേഖനത്തിലെ ആ ചോദ്യത്തിന് അനുബന്ധമായി വന്ന ഈ ചോദ്യം ഞാൻ എടുക്കുന്നില്ല. കാരണം ഇതിന് മറുപടി പറയാനായിട്ട് സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്. അവിടെ സംഭവിച്ചൊരു കാര്യം അത് സങ്കടകരമാണെന്ന് അത് നമ്മൾ സമ്മതിക്കുന്നു. അതേസമയം ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം പേരുണ്ട് ഇവിടെ. വീടോ കൂടോ എന്തു വേണ്ട എല്ലാം ചെയ്യാൻ മനസ്സുള്ള ഉള്ളൊരുക്കമുള്ള ആളുകൾ ധാരാളമുണ്ട്. പ്രസിദ്ധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അത് പറയാൻ പ്രമാണമില്ലാത്തതുകൊണ്ടും, അതായത് കോടതിയിലിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നൊരു ചട്ടം കേട്ടിട്ടില്ലേ? നമ്മൾ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ രാഷ്ട്രീയക്കാർ പറയുന്നത്, ആ കേസ് ഞാനൊന്നും പറയില്ല കാരണം അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഒന്നും മിണ്ടില്ലെന്ന്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അധികം ഒന്നും പറയാനായിട്ട് കഴിയില്ല. ഇത് ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇടം കൈയും വലം കൈയും നിൽക്കുക. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇത്ര ചെയ്തു, അതിൻ്റെ വലിപ്പമൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. സമയം കളയാനില്ല നമുക്ക് ഒട്ടും. അടുത്ത പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞതായ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഏത് കാര്യമാണ്? കർത്താവ് ഗൗരവമായൊരു കാര്യം പറഞ്ഞല്ലോ, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെ ഒരു കാര്യമുണ്ട്. അതായത് അതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ ആ കാര്യം ഉണ്ട്. ഏത് കാര്യമാണ്? സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാറുണ്ടോ? സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാറുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ഒരു വിഷയത്തിൽ ആക്രമിക്കപ്പെട്ടവരായിരിക്കും. ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളുടെ ബന്ധുക്കൾ, സ്നേഹിതർ, ചാർച്ചക്കാർ മുതലായവരിൽ നിന്നൊക്കെ ഒരാക്രമണം നേരിട്ടിട്ടുള്ളവരായിരിക്കും നിങ്ങൾ ബഹുഭൂരിപക്ഷം പേരും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഫേസ് ചെയ്യാത്ത ആരും ഇവിടെ ഇരിപ്പുണ്ടാകില്ല. ഒരു മനുഷ്യക്കുഞ്ഞു പോലും പെന്തിക്കോസുകാരുടെ ഇടയിലുണ്ടാകില്ല ഈ ചോദ്യത്തെ നേരിടാത്തവർ. ഈ ചോദ്യം നിരന്തരമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ ആക്രമണങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഇടസമയത്ത് നമ്മൾ ഈ അച്ഛന് മറുപടി കൊടുത്തു പോയ ചില മെസ്സേജുകളുടെ അടിയിൽ ധാരാളം കമൻസൊക്കെ വരുമായിരുന്നു. അതിൽ ഒരു കോന്നിക്കാരൻ നിരന്തരം വന്ന് ഇങ്ങനെ ഈ ഒമിറ്റിംഗ് പോലെയാണ്, അതിങ്ങനെ പിന്നെ വന്നുകൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ കമൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വർഗസ്നായ പിതാവെ ചൊല്ലുമോ, സ്വർഗസ്നായ പിതാവെ ചൊല്ലുമോ? ഈ കാത്തലിക്, ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം ചിന്തിക്കുന്നത് പെന്തിക്കോസുകാരൊക്കെ ഒരു വലിയ നിഷേധികളാണ്, ഇവന്മാർക്ക് ഇതൊന്ന് ചൊല്ലിയാൽ എന്താ, ഇത്ര അഹങ്കാരം എന്നാ, ഇത്ര ഇവരുടെ വായ് പിടിച്ച് പൊളിക്കുന്നുണ്ട് നമ്മൾ, എന്നാലും ഇവന്മാരതൊന്നും ചൊല്ലില്ല. അതായത് ഇങ്ങനെ പിടിച്ച് തുറക്കുന്ന പോലും ഉണ്ട് ചിലർ, തുറന്നിട്ട് പോലും അവൻ മിണ്ടുന്നില്ല സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് 10 പ്രാവശ്യമൊക്കെയാണ് കത്തോലിക്കരൊക്കെ പറയുന്നത്. നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ളത് 20 ആണെങ്കിൽ ഇതൊരു 10 ഉണ്ട്. അപ്പോൾ 10 വേണ്ട, നിങ്ങൾ ഒന്നെങ്കിലും ഒന്ന് ചൊല്ല്, എന്നിട്ട് ഇവരത് ചൊല്ലാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിരന്തരം കേട്ടും പറഞ്ഞൊക്കെ വരുമ്പോൾ ഈ പെന്തക്കോസ്തുകാരുടെ ഇടയിലുള്ള ചില പാസ്റ്റേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊരു ഇളക്കം തട്ടിയിട്ടുണ്ട്. ഇളക്കം തട്ടിയിട്ട് അവർ നമ്മളത് ചൊല്ലിയാൽ എന്താ കുഴപ്പം, നമ്മളത് ചൊല്ലിയാൽ എന്താണ് കുഴപ്പം,
നമുക്കും ചൊല്ലിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ചില DD-ക്കാരും BD-ക്കാരും ഒക്കെ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് കണ്ടു, ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ അവരൊക്കെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് വിശ്വാസത്തിൽ അത്ര ബലമില്ലാത്തവരുണ്ടല്ലോ, ബലഹീനരൊക്കെയുണ്ട്, അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കാൻ പറ്റും. ഈ DD-ക്കാരും BD-ക്കാരും സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യുന്നില്ല. ഈ ബലഹീന വിശ്വാസികളെയും അതുപോലെ തന്നെ പുതിയ വിശ്വാസികളെയൊക്കെ കൺഫ്യൂഷനിലേക്ക് നീന്താൻ വിടും. അങ്ങനെ നീന്തി അവർ ചിലപ്പോൾ തിരിച്ചു വരാറുമില്ലെന്ന് മാത്രം, നീന്തി മുങ്ങി ചാകാറാ പതിവ് പലരും. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ്റെ ഈ ചോദ്യം ഇതൊരു ചോദ്യമാണ്, നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ഈ ചോദ്യം കിടക്കുന്നതാണ്. ഇതും ആ ചോദ്യത്തിന് ധാരാളം പേര് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആർക്കും മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവർക്ക് അങ്ങ് പിടികിട്ടുന്നില്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളത് എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്, എന്താ പഠിച്ചത്? ഈ വിഷയം എപ്പിസ്കോപ്പൽ സമൂഹം ഗ്രഹിച്ചിരിക്കുന്നതും നമ്മളുടെ സമൂഹം ഗ്രഹിച്ചിരിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമ്മളിതൊരു പ്രാർത്ഥനയുടെ ഒരു മോഡായിട്ടാണ് എടുക്കുന്നത്. പ്രാർത്ഥനയുടെ ഒരു ശൈലി ഇങ്ങനെയായിരിക്കണം, ഇതാണ് അതിൻ്റെ ഒരു മോഡൽ പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മോഡൽ പ്രെയറിൽ നിന്ന് നമ്മൾ പ്രെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതേസമയം അവരങ്ങനെയല്ല, അവരത് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം തുറക്കാം. 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള ആ ഭാഗത്താണ് കർത്തൃ പ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്ന ആ പ്രാർത്ഥനയുടെ രൂപം കിടക്കുന്നത്. അതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും കിടപ്പുണ്ട്. അവിടെ ഒരു ശിഷ്യൻ തന്നോട് ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, ഗുരു ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം, കാരണം യോഹന്നാൻ്റെ ശിഷ്യന്മാരൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന അറിയില്ല, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ രൂപം അവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇവണ്ണം നിങ്ങൾ പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അല്ലെങ്കിൽ നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അങ്ങനെ താഴേക്ക് പല കാര്യങ്ങളും പറഞ്ഞു വരികയാണ്. എന്നാൽ ഈ പ്രാർത്ഥനയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ 7-ാം വാക്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 7-ാം വാക്യത്തിൽ പറയുന്നത്, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ പ്രാർത്ഥനാ സ്തുതികളിൽ അവർ പറയും രാമ രാമ പാഹിമാം, രാമപാദം ചേർന്നിരിക്കണമെന്ന് പറഞ്ഞ് അവർ തന്നെ പിന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. സന്ധിക്ക് തുടങ്ങി നേരം വിളിക്കുന്നവരെ പറയുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പറയുന്നതിനാണ് ജൽപ്പനം എന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു ഓർത്തഡോക്സിലെ ഒരു യൗവനക്കാരനായ ഒരു ഒരച്ഛൻ ഈ അടുത്ത കാലത്ത് രാമനാമ പാഹിമാം, രാമ 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 എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വലിയ ഗംഭീരമായി അതിൻ്റെ അകത്ത മഹത്വം, അതിൻ്റെ ഗൗരവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വിടുകയായിരുന്നു. ഇപ്പോൾ ഞാനത് നോക്കുമ്പോൾ യൂട്യൂബിൽ കാണുന്നില്ല. എനിക്ക് തോന്നുന്ന കാതോലിക്ക് ബാബ വിളിച്ചിട്ട് ചെവിക്ക് പിടിച്ച് കാണും. കാരണം ഈ പെന്തിക്കോസുകാരായ ആൾക്കാർ കുരുത്തം കെട്ട പരിപാടിയായിട്ട് നടപ്പുണ്ട്. യവന്മാർ ഇതൊക്കെ കേൾക്കും, എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരും ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും. കണ്ടോ, ഓർത്തഡോക്സുകാർ രാമ രാമ പാഹിമ പറയുന്നവരാണ്, എന്തിനാ വെറുതെ ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോണേന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും. പക്ഷേ വേറെ കുറേ അച്ഛന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ കുറേ അച്ഛന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അതെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. നമ്മൾ അന്തം വിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ ദൈവമേ, DD-യും BD-യും ഉള്ള പാർട്ടികളാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തെ ആദരത്തിലെടുക്കുന്ന പുള്ളികൾ അതൊരു പഠനത്തിന് വേണ്ടി പറയുകയാണെങ്കിലൊക്കെ, അവരുടെ ഇടയിൽ ഇന്ന പോലെ ഒരു കാര്യം നടക്കുന്നുണ്ട്, ഇപ്പം നമ്മളും പറഞ്ഞല്ലോ, അങ്ങനെ പറയുന്നതും പറയാനും ഒക്കെ നമുക്ക് അനുവാദമുണ്ട്. അതല്ലാതെ അവരോട് ചേർന്ന് അത് സ്തുതിയായിട്ട് ചൊല്ലാൻ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് പരിഗണിക്കാൻ പറ്റും? ഓക്കെ, ഞാൻ വിട്ടിരിക്കുന്നു അത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, തന്നെയും പിന്നെ. അപ്പോൾ ഈ ജാതികൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ആരെയൊക്കെയാണ് ജാതികൾ എന്നൊക്കെ പറയുമ്പോൾ. ഞങ്ങളെയൊന്നും അല്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളെയൊന്നും അല്ല, ഞങ്ങൾ ആകെ 20 നന്മ നിറഞ്ഞ മറിയം പറയും, പിന്നെ ഒരു 10 സ്വർഗസ്നായ പിതാവേ, പിന്നെ എന്നതാ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിൻ്റെ ലുത്തീനിയെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പേ. ഇപ്പം നമ്മൾ ഓർത്തഡോക്സ് അച്ഛനോടുള്ള മറുപടിയാണ് പറയുന്നതെങ്കിലും മാതാവിനോടുള്ള ലുത്തീനിയൊക്കെ ഇങ്ങനെ വായിച്ച് വരികയായിരുന്നു ഇത്തിരി മുമ്പ്. അങ്ങനെ ഞാനിങ്ങനെ വായിച്ച് ആവേശം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ താഴേക്ക് വന്നപ്പോൾ ഒരു ഞെട്ടലുണ്ടായി. ഞെട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താഴെയാണ്. അവിടെ വന്നപ്പോൾ പറയാണ്, സൃഷ്ടാവിൻ്റെ മാതാവേ,
സൃഷ്ടാവിൻ്റെ മാതാവോ? സൃഷ്ടാവിൻ്റെ മാതാവ്. സൃഷ്ടാവെന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം, സകലത്തെയും തൻ്റെ വാക്കിനാൽ നിർമ്മിച്ചവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനുമായവൻ, ആ വലിയവനും ഭയങ്കരനുമായ ദൈവത്തിൻ്റെ മാതാവ്. ശ്വാസം കെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അത് ഡൈലൂട്ട് ചെയ്തെടുക്കാം, നമുക്ക് ശ്വാസമൊക്കെ ശരിയാക്കാം. അത് ഡൈലൂട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മാതാവ്, യേശു ക്രിസ്തു സൃഷ്ടാവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വരാം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, മനുഷ്യത്വം എന്നൊക്കെയുള്ള വിഷയം പറയേണ്ടി വരും. അപ്പം ദൈവത്വത്തിലുള്ള മാതാവാണോ, ദൈവപുത്രൻ്റെ മാതാവാണോ, അതോ മനുഷ്യപുത്രൻ്റെ മാതാവാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അവർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കും. അതുകൊണ്ട് ഞാനില്ല, ആ വഴിക്കില്ല. കാരണം അല്ലാതെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിനകത്തൊക്കെ ധാരാളം സംഭാവനകൾ അവർ നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനൊരു ചോദ്യം കൂടെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് അറിയണോടാന്ന് ചോദിക്കും. നിനക്ക് ദൈവത്വവും മനുഷ്യത്വവും അറിയണോടാന്ന് ചോദിക്കും. അങ്ങനെ തന്നെയാണ് ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനില്ല അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ. നിങ്ങൾക്ക് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ അവരോട് പോയി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഇത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉത്തരം കിട്ടുമെന്ന് അവർക്കൊരു തോന്നലാണെന്ന് പറയുന്നത്. വെറും തോന്നൽ, ഒരു തോന്നൽ. നിങ്ങൾ അവരോട് തുല്യരാകരുത്. ഈ 10 സ്വർഗസ്വനായ പിതാവുകാരോട് നിങ്ങൾ തുല്യരാകരുത്. ഈ 20 നന്മ നിറഞ്ഞ മറിയക്കാരോട് നിങ്ങൾ തുല്യരാകരുത്. ഇത്തരക്കാരോടൊന്നും നിങ്ങൾ തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങളിങ്ങനെ അവരൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും ഒരു പക്ഷേ മറ്റേ ശിഷ്യൻ ചോദിക്കുന്നത്. അതിവിടെ മത്തായിൽ അങ്ങനെയല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, ലൂക്കോസിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ആ ശിഷ്യൻ ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ ശിഷ്യന്മാരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് പ്രാർത്ഥന അറിയില്ലല്ലോ, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കരുതോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് തൽക്ഷണം കർത്താവ് മറുപടി കൊടുക്കുന്നത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പ്രാർത്ഥനയിലെ ആദ്യ സെൻറ്റൻസ് ആണത്. സ്വർഗസ്വനായ പിതാവിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, വിശുദ്ധമാക്കപ്പെടണമേ എന്ന ആ ഭാഗം പെന്തിക്കോസ്തുകാരും ബ്രദറുകാരും ഒക്കെ വേർപെട്ട സമൂഹങ്ങളിൽപ്പെട്ടവരെല്ലാം അവരെല്ലാം ഈ ഭാഗങ്ങൾ നല്ല നിലയിൽ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. നല്ല ബോധ്യമുണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാനായിട്ട്. ഏതൊരു പെന്തിക്കോസ്തുകാരനും പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ, അത് രഹസ്യ പ്രാർത്ഥനയാകട്ടെ, പരസ്യ പ്രാർത്ഥനയാകട്ടെ, ഇതേതും ആകട്ടെ, അതിലൊക്കെ ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന മുന്നോട്ട് വരുന്നത്. അല്ലേ? ആ പ്രാർത്ഥന മുൻപോട്ട് വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ മുൻപോട്ട് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുൻപോട്ട് വന്ന് അതിൻ്റെ ഒടുക്കം പ്രിയപുത്രൻ്റെ പരിശുദ്ധ നാമം പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അത്രയേ ഉള്ളൂ. ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ പറഞ്ഞു കളയും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേന്ന്. അതെന്തിനാ അങ്ങനെ പറയണേ? അത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് പറയാനുള്ളതല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുക. അപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥന മുൻപോട്ട് വരുന്നത്. എന്നിട്ടാണ് വിവിധങ്ങളായ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നത്. അതങ്ങനെ പറഞ്ഞ് മുൻപോട്ട് വന്ന് അവസാനിപ്പിക്കുമ്പോൾ നിശ്ചയമായും പുത്രൻ്റെ നാമത്തിലാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞ് തന്നെയാണ് അതാകെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സമൂഹം മറ്റാരെങ്കിലും കേട്ടിരിപ്പുണ്ടെങ്കിൽ അവരെല്ലാം പറയും ആമേൻ എന്ന് പറയും. അങ്ങനെയാണ് എല്ലായിടത്തെ രീതി, അത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥനയോട് മുഖം തിരിക്കുന്നവരല്ലല്ലോ, ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് പോവാം. നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ളതാണ് അടുത്ത ലൈൻ. അടുത്ത ലൈൻ എങ്ങനെയാണ് തുടങ്ങുന്നത്? നിൻ്റെ രാജ്യം വരണമേ. ഇവിടെയാണ് നമുക്ക് വലിയ ഒബ്ജക്ഷൻ വരുന്നത്. നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ വേറെ ആരുടെ ഇഷ്ടം നടക്കില്ല. അവിടെ ഗബ്രിയേലുണ്ട്, മീഖായേലുണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്, സെറാഫുകളുണ്ട്, കെരൂബുകളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയൊക്കെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ആജ്ഞയ്ക്ക് കാതോർത്തിരിക്കുകയാണ്. ഈ ഭൂമി പോലും 23.5 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്ന് ഒരു 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 മടുപ്പുമില്ലാതെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക, നൂറ്റാണ്ടുകളായി നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഹിതം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. മനുഷ്യൻ മാത്രം സ്വന്തം ഹിതത്തിൽ മുൻപോട്ട് പോവുകയാണ്.
പാപനിമിത്തം തോട്ടത്തിൽ നിന്ന് പുറത്തുപോയ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുകയാണ്. സ്വന്തം ഹിതത്തിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരാണ് സുവിശേഷം കേട്ട് ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ വന്നിരിക്കുകയാണ്. ആ വന്നിരിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് അവർ തിരിച്ചറിയുകയാണ്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് വെച്ചാൽ ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ഇഷ്ടം സാധിപ്പിക്കപ്പെടും എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവരാജ്യത്തിൽ വന്നിട്ടുള്ള ഓരോ ഭക്തന്മാരും അത് തിരിച്ചറിയണം. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് അത് തുടർന്ന് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. എന്നാൽ അതിന് തൊട്ട് മുൻപുള്ള ആ ലൈൻ തുടക്കം എങ്ങനെയാണ്? നിൻ്റെ രാജ്യം വരണമേ. ദൈവനാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കും. അടുത്ത ലൈൻ എങ്ങനെയാണ്? നിൻ്റെ രാജ്യം വരണമേ. ഈ പ്രാർത്ഥന അങ്ങനെ തന്നെ കാണാപ്പാടം നമ്മൾ ചൊല്ലാത്തത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ പറയാത്തതിൻ്റെ കാരണം ഇനി താഴേക്ക് പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളുണ്ട്, ഗംഭീരമായ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അതിന് ഗൗരവം കൊടുക്കുന്നത്. ഇത് ചുമ്മാ കാണാപ്പാടം പറയുക എന്ന് പറയുന്നതിന് അതിന് പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല. അതിങ്ങനെ വായിച്ചു വിട്ടാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടാൽ മതി. 5-6 സെൻറ്റൻസ് അല്ലേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ ഗൗരവം എന്താ? നിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുന്ന ആ ലൈനിൽ കിടക്കുന്ന അതിൻ്റെ ആത്മീയ അർത്ഥം, അതിൻ്റെ ആഴം ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തുറന്നു വരും. പിന്നെ നമുക്കിങ്ങനെ കാണാപ്പാടം ചൊല്ലാൻ പറ്റില്ല. അപ്പം നമ്മുടെ എപ്പിസ്കോപ്പൽ സമൂഹത്തിലെ സഹോദരങ്ങൾ അങ്ങനെ ചൊല്ലുന്നത് അവർക്ക് ഈ കാര്യം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവർ ചൊല്ലുന്നു. നിൻ്റെ രാജ്യം വരണമേ എന്ന് നമ്മളിനി എങ്ങനെ പ്രാർത്ഥിക്കും സഹോദരങ്ങളെ? നമുക്കത് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറ. നിൻ്റെ രാജ്യം വരണമെന്ന്. അതായത് ഇപ്പം നമ്മുടെ ഷിജു പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് കൂട്ടിക്കോ, കർത്താവ് എന്നെ ന്യൂസിലാൻഡിൽ എത്തിക്കണമേ, എന്നെ എങ്ങനെയെങ്കിലും എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കേട്ടിരിക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും? വേറെ ആരും കേട്ടില്ലെങ്കിലും കെട്ടിയോളം അവിടെയുണ്ട്. പുള്ളിക്കാരി എന്ത് വിചാരിക്കും? ദൈവമേ, ഇന്നലെ അത്താഴം കൊണ്ടിട്ട് കിടന്നതാ, യാതൊരു കുഴപ്പമില്ലായിരുന്നു, ഇന്ന് രാവിലെ എഴുന്നേറ്റ് സ്വർഗസ്നായ പിതാവേ ചൊല്ലുന്നു, പിന്നെ എന്നെ ന്യൂസിലാൻഡിൽ എത്തിക്കണമെന്ന് പറയുന്നു. ആശാനിപ്പോൾ എവിടെ ഇരിക്കുന്നത്? ന്യൂസിലാൻഡിൽ. അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് എന്നെ ന്യൂസിലാൻഡിൽ എത്തിക്കണമെന്ന്. ഒരു കുറച്ച് നേരം വണ്ടി ഓടിച്ചു പോയ എയർപോർട്ട് അടുത്തുണ്ട്, പിന്നെയും പറയുകയാണ് എന്നെ ന്യൂസിലാൻഡിൽ എത്തിക്കണമെന്ന്. അതിന് വാലിഡിറ്റി ഇല്ലെന്നേ ആ വർത്തമാനത്തിന്. ആളുകൾ അവിടെ കുതിരോട്ടം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയാക്കും, അവിടെ ഊളമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയാക്കും, സഭയായിട്ട് കൊണ്ടുപോയാക്കും. എന്തോ കുഴപ്പമുണ്ടെന്ന് ഉള്ള ചിന്ത വരും. കാരണം അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. വിശുദ്ധന്മാരെ സംബന്ധിച്ച് നാം ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും? ആ ഒരു ലൈൻ കൊലേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം വായിച്ചേ. കൊലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 12 and 13. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ വായിച്ചത് കൊലേസ് ലേഖനം 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് തന്നെയാണ് വായിച്ചത്. വിടുവിച്ചു, നമുക്ക് ആ ഡെലിവറൻസ് ലഭിച്ചു. വിടുവിച്ചു, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. ആക്കി വെച്ചെന്നാണ് പറയുന്നത്, ആക്കുമെന്നല്ല പറയുന്നത്, ആക്കി വെച്ചെന്നാണ് പറയുന്നത്. അല്ലേ? ആക്കി വെച്ചെന്നാണ് പറയുന്നത്. ആക്കി വെക്കുകയും ചെയ്തു. ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പോൾ പിതാവ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. ഇതൊക്കെയാണ് നമ്മൾ രക്ഷയോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനപരമായി പഠിക്കേണ്ടത്. യോഹന്നാൻ 6:44 നമുക്കറിയാം, പിതാവ് ആകർഷിക്കുന്നു പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക്. ആ ക്രൂശിൻ്റെ മുൻപാകെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മനേത്രങ്ങളെ തുറക്കുന്നു. അങ്ങനെ നമ്മൾ കണ്ണാലെ കാണുകയാണ് ആ കാഴ്ചകൾ. അവിടെ നമുക്ക് പാപബോധം ഉളവാകുന്നു. അങ്ങനെ പാപബോധം ഉളവായ നമ്മൾ സറണ്ടർ ചെയ്യപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വരികയാണ്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇരുട്ടിലായിരുന്നു നമ്മൾ, കൂരാക്കൂർ ഇരുട്ടിലായിരുന്നു. എഫേസ് ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. മുമ്പേ നാം ഇരുളായിരുന്നു. നാം ഇരുളായിരുന്നെന്ന് വെച്ചാൽ നാം ഇരുട്ടിലായിരുന്നു, ഇരുട്ട് നമ്മുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഇപ്പോൾ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു, അഥവാ ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു. പുത്രൻ്റെ രാജ്യം എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ രാജ്യമാണ്. 2 രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ഒന്ന് ഇരുളിൻ്റെ രാജ്യവും ഒന്ന് വെളിച്ചത്തിൻ്റെ രാജ്യവും. ഇന്ന് ഇരുളിൻ്റെ രാജ്യത്തിൽ അതിൻ്റെ അധികാരി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിൻ്റെ ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആ ഇരുട്ടിൽ നിന്ന് നമ്മെ വിടുവിച്ച്
പുത്രൻ്റെ രാജ്യത്തിലേക്ക് അഥവാ വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. നാം ഇന്ന് വെളിച്ചത്തിൻ്റെ മക്കളല്ലേ? അല്ലേ? ആ വെളിച്ചത്തിൻ്റെ മക്കളാകാത്തവരാണ് സ്വർഗസ്വനായ പിതാവെന്ന് ഇങ്ങനെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം ആ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. വെളിച്ചത്തിൻ്റെ മക്കളാണ്. വെളിച്ചത്തിൻ്റെ മക്കളായ നമ്മെ സംബന്ധിച്ച് പ്രാർത്ഥനയിൽ എന്താ പറയാനുള്ളത്? പ്രിയ പിതാവേ, നിൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചതോർത്ത് സ്തോത്രം എന്ന് പറയും. ആക്കി വെച്ചതോർത്ത് സ്തോത്രം. ഇനി എങ്ങനെയാണ് ആക്കി വയ്ക്കുന്നത്? ഓൾറെഡി വന്നു കഴിഞ്ഞു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാമെന്ന് വചനം പറയുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനത്താൽ അങ്ങനെ മുൻപോട്ട് വന്നവൻ ദൈവരാജ്യ പ്രവേശനം സാധിപ്പിച്ചിരിക്കുകയാണ്. അല്ലേ? ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇനി അവനെങ്ങനെ തിരുത്തി പ്രാർത്ഥിക്കും? എന്നെ വീണ്ടും അതിൽ കൊണ്ടുവരണമെന്ന് എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം കൂടെ വായിച്ചേ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മെ എന്തോ ഒരു കാര്യത്തിലേക്ക് ആക്കി തീർത്തു. ആക്കി തീർത്തവന് എന്നേക്കും ബലവും മഹത്വവും ആമേൻ. അങ്ങനെ പറയുന്നത്. എന്താ ആക്കി തീർത്തത്? നമ്മെ സ്നേഹിക്കുന്നവനും. തുടങ്ങുന്നത് എങ്ങനെയാ? ശത്രുക്കളായിരുന്നു നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ കഴുകി അഥവാ വിടുവിച്ചു, ശുദ്ധീകരിച്ചു. ആ രക്തം മൂലം നമ്മെ നീതീകരിച്ചു. ജസ്റ്റിഫിക്കേഷനാണ് അവിടെ വരുന്നത്, നീതീകരണം. ആ രക്തം മൂലം നമ്മെ നീതീകരിച്ചു. എന്നിട്ട് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യമെന്ന മലയാളത്തിൽ ശരിക്കും നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവന്. നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നാം ഇന്ന് രാജാക്കന്മാരാണെന്നാണ് വായിച്ചത്. ഒരു രസകരമായൊരു കാര്യം, ഈ വരികൾക്കിടയിലെ അർത്ഥം വായിക്കാൻ പലർക്കും അറിയില്ല. നമ്മുടെ ആളുകളിങ്ങനെ നമ്മളോട് ഈ വല്ലാത്ത രീതിയിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ പച്ചക്ക് എഴുതിയിരിക്കുകയാണ് വി ആർ കിങ്സ്, നാം രാജാക്കന്മാരാണെന്ന്. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ രാജ്യമില്ലാതെ രാജാവ് ഉണ്ടാവുമോ? രാജ്യമില്ലാതെ രാജാവ് ഉണ്ടാവുമോ? രാജ്യമില്ലാതെ ഒരാളെ രാജാവ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇപ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെന്ന് നമ്മൾ പറയും. ഇന്ന് തിരുവിതാംകൂർ രാജ്യമില്ല, അതുകൊണ്ട് അവരെ നമ്മൾ രാജാക്കന്മാരെന്ന് വിളിക്കുന്നില്ല. നമ്മുടെ രാജാവ് പിണറായി വിജയനാണ്. ഇപ്പോൾ നമ്മുടെ രാജാവ് പിണറായി വിജയനും നരേന്ദ്രമോദിയൊക്കെയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരെ ഒന്നും ഇപ്പോൾ നമ്മൾ രാജാവെന്നൊന്നും വിളിക്കുന്നില്ല, കുമ്പിടാനും തൊഴാനും പോകുന്നില്ല, രാജാവേ ജയ ജയാന്നൊന്നും പറയാറില്ല. കാരണം എന്നാ? അതൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ഇന്ന് രാജ്യവും അധികാരമുള്ളവരെയാണ് രാജാവെന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, നമ്മെ രാജാവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ വിളിക്കുവോ? പരിശുദ്ധാത്മാ നിവേശിതമായി എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവെഴുത്ത്, ആ തിരുവെഴുത്ത് പറയുകയാണ് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട് അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് വന്നിരിക്കുന്നവരെല്ലാം രാജാക്കന്മാരാണ്. വന്നിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വന്നു? തൻ്റെ രാജ്യത്തിലേക്ക് അവർ വന്നിരിക്കുന്നു. ആ രാജ്യത്തിൽ അവർ രാജാക്കന്മാരാണ്. ആ രാജ്യത്തിൻ്റെ മഹാരാജാവ് യേശുക്രിസ്തുവാണ്. നാം അവൻ്റെ പുത്രന്മാരായ രാജാക്കന്മാരാണിന്ന്. നാം രാജാക്കന്മാരാണ്. രാജ്യമില്ലാത്ത രാജാക്കന്മാരാണോ? രാജ്യമുള്ളവരാണ്. സ്വർഗസ്വനായ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചതോർത്ത്. ആക്കി വെച്ചെന്ന് മാത്രമല്ല, ആ രാജ്യത്തിൽ ഞങ്ങളെ രാജാക്കന്മാരാക്കി. കേവലം പ്രജകളായിട്ടല്ല ഇരുത്തിയിരിക്കുന്നത്, രാജാക്കന്മാരായിട്ടിരുത്തി. വമ്പൻ ഇരുത്തലാണ് ഇരുത്തിയിരിക്കുന്നത്, രാജാക്കന്മാരായിരുത്തി. അങ്ങനെ ഇരുത്തിയിരിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളെ ന്യൂസിലാൻഡിൽ ഇനിയും കൊണ്ടുവരണമേ എന്ന്. അതെങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കും? ഞങ്ങൾ ഓൾറെഡി അവിടെ ഇരിക്കുക, ഇനി ന്യൂസിലാൻഡിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സുബോധമുള്ള ഒരാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മെ അവിടുത്തെ രാജ്യത്തിലാക്കി വെച്ചു. കാതലായ ഒബ്ജക്ഷൻ ഇവിടെയാണ്. ഈ വിഷയത്തിലാണ് നമ്മൾ യോജിക്കാതെ പോകുന്നത്. അപ്പോൾ ഏത് രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദൈവരാജ്യം വന്നു കഴിഞ്ഞെന്നേ. ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്, ദൈവരാജ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പറയാൻ കഴിയും ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിലുണ്ട്.
ദൈവരാജ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. രണ്ട് രീതിയിലാണ് പറയുന്നത്. രണ്ട് രീതി ഞങ്ങൾ പറയും. ഞങ്ങൾ ദൈവരാജ്യത്തിലാണ്, അപ്പോൾ തന്നെ ആ ദൈവരാജ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്, അപ്പോൾ തന്നെ ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ആ രാജ്യത്തിലെ രാജാതി രാജാവ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. അവൻ രാജാതി രാജാവായി അവിടെ വാണുകൊണ്ട് നമ്മെ ഭരിക്കുകയാണ്. കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വാഴുകയാണ്. ആ അത്യുന്നതനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ ഭരിച്ച് നിയന്ത്രിച്ച് സ്നേഹിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മളെങ്ങനെയാണ് ഇനി അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ളത് അത് നമ്മുടെ മുമ്പാകെ ഗൗരവമായ കാര്യമാണ്. അത് നമ്മുടെ മുമ്പാകെ അത് അങ്ങനെ തന്നെ പറഞ്ഞില്ലേലും അതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. കർത്താവേ, നിൻ്റെ ഹിതം വെളിപ്പെടുത്തണമേ, നിൻ്റെ ഇഷ്ടം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ, നിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കണമേ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ നിസാര കാര്യത്തിലും ഞങ്ങൾ അതാ പറയുന്നത്. ദൈവേഷ്ടം മാത്രം നടന്നാൽ മതി, ഈ കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവഹിതം പോലെ നടക്കട്ടെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ലാതെ മാട്രിമോണിയലി കണ്ടു അങ്ങനെയൊക്കെ പെന്തിക്കോസ്തുകാരും അങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്നതല്ലേ. സാരമല്ല, ഞാൻ പൊതുവിൽ അങ്ങ് പറഞ്ഞേക്കാം. ശരിക്കും പറഞ്ഞ് എങ്ങനെയാണ് പറയുന്നത്? ദൈവഹിതം പോലെ നടക്കട്ടെ. മാട്രിമോണി എന്ത് പറയുന്നു എന്നുള്ളതല്ല ഇവിടെ വിഷയം. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബോധ്യത്തിനനുസരിച്ചായിരിക്കണം കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, അതിനൊന്നും മാറ്റമില്ല. അതല്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ സഞ്ചരിക്കാൻ ഒരിക്കലും ഇടയാകരുത് എന്നൊരു പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. അങ്ങനെ നടക്കുന്നതാണ്. അതിനിടയിൽ ഞങ്ങൾ പാട്ടും പാടും. അപ്പം ഞങ്ങൾ പാട്ട് പാടി പോകുമ്പോൾ നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമെന്ന് പാടും. താഴേക്ക് വന്നു കഴിയുമ്പോൾ പാടും ഏത് ഗുണമെന്ന് അറിയുവാനുള്ള ജ്ഞാനമൊന്നും ഞങ്ങൾക്കില്ല. ആ പാട്ട് എഴുതാനും ആ പാട്ട് പാടാനുള്ള സാഹചര്യം തന്നെ റോമലേഖനം 8-ാം അധ്യായത്തിൽ 26-27 വാക്യമാണ്. ആ വാക്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അത്രയും കാര്യം പറയുന്നത്. ഒന്ന് വായിച്ചേ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 26 and 27 ഒന്ന് വായിച്ചേ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഈ വായിച്ച ഭാഗം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. വേണ്ടും പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. നമ്മെ പ്രാർത്ഥനയിൽ സജ്ജമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ നമ്മൾ നേരെ അടുത്ത വാക്യത്തിലേക്ക് വരും. മത്തായി 6:11 വരും. അതൊരു ഇച്ചിരി കീറാമുട്ടിയാണ്. മത്തായി 6:11 വരുമ്പോൾ, അതായത് 10-ാം വാക്യം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഡെയിലി മന്ന, ഡെയിലി ബ്രെഡ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്നാണ് 11-ാം വാക്യം പറയുന്നത്. ഈ 11-ാം വാക്യത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട്, അത് എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ആളുകളോടും മറു സൈഡിൽ പെന്തിക്കോസ് സമൂഹത്തിലുള്ള ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അതിന് ഉത്തരം എങ്ങനെ തരും? ഏത് രീതിയിൽ തരാനാണ് സാധ്യത? ഏത് രീതിയിലായിരിക്കും തരാൻ സാധ്യത? അപ്പോൾ ആരോടാ ചോദിക്കുന്നത്? സിജോട് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം തരും. ഉച്ചക്കഞ്ഞി കുടിക്കേണ്ടതാണെന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ആരും അമാന്തിക്കരുത്. ഞാൻ ചോദിക്കുമ്പോൾ ചടചടേന്ന് ചാടി ഉത്തരം പറയണം. അറിയില്ലെങ്കിലും പറഞ്ഞോണം, എന്തെങ്കിലും പറഞ്ഞോണം. അപ്പോൾ സിജോട് ചോദിക്കുകയാണ്, അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുമ്പോൾ വേഗം പറഞ്ഞോ. ഇനി ആരെങ്കിലും ഉണ്ടോ? ജെയിംസ് വല്ലതും പറയാൻ്റെ പറയാം, സാമ്പ്രദർന്ന് വല്ലതും പറയാനുണ്ടേ പറയാം. അവസരം തന്നില്ലെന്ന് പറയരുത്. എല്ലാവരോടും പറയുന്നത്. ആർക്ക് വേണേലും മൈക്ക് ഓൺ ചെയ്തു വരാം. നമ്മൾ ഏറ്റവും ഒടുക്കം വായിച്ചത് 6:11 വാക്യമാണ്. അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഡെയിലി ബ്രെഡിനെ കുറിച്ചാണ് പറയുന്നത്. അതാത് ദിനം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഉത്തരം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പല നിലകളിൽ, ഇപ്പം നമ്മുടെ ഇടയിൽ നിന്ന് കുറച്ച് ആളേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഉത്തരങ്ങളെ കിട്ടിയുള്ളൂ. ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ഉത്തരങ്ങൾ കിട്ടിയേനെ. എല്ലാവരുടെ ഉത്തരങ്ങൾ ഏകദേശം സമാനമായിരിക്കും. എല്ലാവരുടെയും ഉത്തരം സമാനമായിരിക്കും. പെന്തിക്കോസുകാരൻ്റെ ഉത്തരവും മർത്തോമക്കാരൻ്റെ ഉത്തരവും ഓർത്തഡോക്സുകാരൻ്റെ ഉത്തരവും കത്തോലിക്കിൻ്റെ ഉത്തരവും എല്ലാവരുടെ ഉത്തരം സമാനമായിരിക്കും. ഹിന്ദുക്കളോട് ചോദിച്ചാലും പറയുന്നത് ഇവർ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പറയും അവർ.
എന്നതാണെന്ന് അവർക്ക് അറിയില്ല പോലും അവരും പറയും മറ്റേ അവരൊക്കെ പറഞ്ഞ കാര്യം അത് തന്നെയാണ് അതിൻ്റെ ശരി. അതാത് ദിവസത്തേക്കുള്ള ആഹാരം, ഒരാഴ്ചത്തേക്കുള്ളതല്ല, ഒരു മാസത്തേക്കുള്ളതല്ല, അതാത് ദിവസത്തേക്കുള്ള ആഹാരം. സഹോദരങ്ങളെ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നതെന്ന് എനിക്ക് പിടിയില്ല. ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ എന്നല്ലേ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് ചേർന്ന് പറയുന്നത് എന്താ? നിൻ്റെ രാജ്യം വരേണമേ, രാജ്യം വരേണമേ. ആ രാജ്യത്തിൽ വന്നവരോടാണ് ഞാൻ ചോദിച്ചതും സംസാരിച്ചതും. നിൻ്റെ രാജ്യം വരേണമേ. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, റോമാലേഖനം 14-ാം അധ്യായത്തിൽ. അങ്ങോട്ടൊന്നും ഇപ്പോൾ ആരും പോകണ്ട, സമയമില്ല. റോമാലേഖനം 14-ാം അധ്യായത്തിൽ ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എഴുതിയിട്ടുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അപ്പോൾ ദൈവരാജ്യം മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളല്ല, ഭൗതിക വിഷയങ്ങളല്ല, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളല്ല, തീർത്തുമല്ല. അങ്ങനെയുള്ള വിഷയം ദൈവരാജ്യത്തിൽ ഉദിക്കുന്നില്ല. അതൊന്നുമല്ല അവിടുത്തെ സബ്ജക്റ്റ്. മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഈ വിഷയങ്ങൾ ഇത് തികച്ചും ആത്മീയമായ കാര്യങ്ങളാണ്. സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. സ്വർഗരാജ്യം വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുമോ അങ്ങനെ തന്നെ അത് ഭൂമിയിലേക്ക് വരുന്ന കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തിന്നുന്ന കാര്യം എങ്ങനെയാണ് വരുന്നത്? തീറ്റയും കുട്ടിയുടെ കാര്യമാണോ അതിനിടയ്ക്ക് വരുന്നത്? അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തൽക്ഷണം പറയുകയാണ്, അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമെന്ന്. ഇതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അത്ര എളുപ്പമല്ലേ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന് പറയുന്നത്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അതിൻ്റെ ഒരു ആരംഭ കാലഘട്ടത്തിൽ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. നമുക്കതിങ്ങനെ പറയാം, ഒരു 3.5 വർഷക്കാലത്തെ ഒരു പീരീഡ്. ആ 3.5 വർഷക്കാലം അവർ മുൻപോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുന്നു. ഈ പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങളൊക്കെ ഒരു ടെമ്പററി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അർത്ഥങ്ങൾ പിന്നീട് മാറി വരികയാണ്. ഉദാഹരണം, നിൻ്റെ രാജ്യം വരണമേ. അത് 3.5 വർഷക്കാലം പ്രാർത്ഥിക്കാം. കാരണം 3.5 വർഷം കഴിഞ്ഞിട്ട് ഈ അപ്പോസ്തലന്മാർ കണ്ണാലെ കാണുകയാണ് ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെട്ട് വരുന്നത്. അത് കണ്ടിട്ട് വീണ്ടും പത്രോസ് പറയുകയാണ്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പറഞ്ഞ് നീട്ടിക്കുറുക്കി പറഞ്ഞാൽ എങ്ങനെ വെക്കും? ആ ദൈവരാജ്യം വന്നതും ദൈവരാജ്യത്തിൽ താൻ പ്രവേശിച്ചതും ആ ദൈവരാജ്യത്തിന് ശക്തിയോടെ സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തത് എഴുതി വച്ചിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ മാറുകയാണ്. ആ മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം. അന്നത്തേക്കുള്ള ആഹാരം എന്ന് പറയുമ്പോൾ അവിടുത്തെ കാതലായ വിഷയം, ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ മേലില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് കർത്താവ് പറയുന്ന പല കാര്യങ്ങളും തിരിഞ്ഞു കിട്ടാത്തത്. നമുക്കിന്ന് വായിക്കുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യം പോലും ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. അവരെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ചോദിക്കുക അതെന്നതാ ഇതെന്നതാന്ന്. കാരണം അവർക്ക് പിടി കിട്ടുന്നില്ല. നമുക്കിന്ന് മനസ്സിലാകുന്ന നമ്മുടെ കേമത്വം കൊണ്ടല്ലാണോ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തിരിച്ച് തരുന്നത്. അതുകൊണ്ടല്ലേ തൽക്ഷണം കാര്യങ്ങൾ മനസ്സിലാകുന്നത് കേട്ടിരിക്കുമ്പോൾ. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് എന്താ? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ അന്തരംഗത്തിൽ ഇതൊക്കെ വരയ്ക്കുകയാണ്, എഴുതപ്പെടുകയാണ്, ബോധ്യങ്ങളിലേക്ക് നിറവുകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. അന്ന് അങ്ങനെയില്ല. അന്ന് അവർ കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നന്ന് പറയാൻ പറ്റില്ല. യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന അവർ കർത്താവിനോട് ചേർന്ന് നടക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ സമയത്ത് ആ നിലയിലില്ല. കർത്താവ് അവരോട് കൂടെ നടന്ന് പല കാര്യങ്ങളും ചെയ്യുന്നു. അത്ര തന്നെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ അവർക്ക് കഴിയണം. അപ്പോൾ ഇവിടെ അന്നത്തേക്കുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ചില പ്രിയപ്പെട്ട ഒരു വചനം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഒരു പൂർണ്ണമായ ഉത്തരവൊന്നുമല്ല. ഞാൻ ഈ വിഷയമൊക്കെ മുന്നമേ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കേട്ടിട്ടുമുണ്ട്. പക്ഷേ തക്ക സമയത്ത് ഓർക്കാറില്ല എന്നുള്ള ഒരു ഗുണം നമ്മുടെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് പലരും വചനം എന്നൊക്കെ പറയും. അവിടെ ദൈവേഷ്ടം എന്നുള്ളതിനാണ് പ്രാധാന്യം. ദൈവേഷ്ടം, അതിനുള്ള വാക്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ വരും. ദൈവഹിതം അല്ലെങ്കിൽ ദൈവേഷ്ടം, അതിനാണ് പ്രാധാന്യം. ഈ 3.5 വർഷക്കാലം അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയാണ്. അതാത് ദിവസം ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം, ദൈവേഷ്ടം ഞങ്ങളെ അറിയിക്കണമേ. ഇന്ന് ജീവിക്കാനുള്ള ദൈവേഷ്ടം, നാളെ വീണ്ടും പ്രാർത്ഥിക്കുക, നാളെ ജീവിക്കാനുള്ള ദൈവേഷ്ടം. അങ്ങനെ ഒരു 3.5 കൊല്ലം. അത് കഴിഞ്ഞാലോ
അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മാളിക മുറിയിൽ ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെട്ടു. പ്രവാചകന്മാർ മുൻപ് പറഞ്ഞു വെച്ചതുപോലെ ആ ആത്മാവിൻ്റെ പ്രവർത്തനം വരികയാണ്. യെശയ്യാവ് യിരെമ്യാവൊക്കെ ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നൊന്നും ഇന്നിപ്പോൾ ആരും പറഞ്ഞു കൊടുക്കണ്ട. ആത്മാവ് അവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവരെ നടക്കേണ്ടുന്ന വഴി അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. യോഹന്നാൻ 16:13 എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്ന് വെച്ചാൽ ദൈവവചന സത്യങ്ങൾ തുറക്കും. ദൈവവചന സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതെല്ലാം ദൈവേഷ്ടമാണ്. വിശുദ്ധ തിരുവഴുത്തിലുള്ളതെല്ലാം ദൈവേഷ്ടമാണ്. അതെല്ലാം തുറക്കുകയാണ് പരിശുദ്ധാത്മാവ്. അനുദിന ജീവിതത്തിൽ ജീവിക്കാനും മുൻപോട്ട് ജീവിക്കാനും ഒക്കെയുള്ള സകല കാര്യങ്ങളും തുറക്കുകയാണ്. അന്നങ്ങനെയല്ല. അന്നങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ല. ആ കാരണത്താൽ അതാ ദിവസം അവർ അറിയേണ്ടതുണ്ട് ദൈവഹിതം. ദൈവേഷ്ടത്തിനനുസരിച്ചാണ് അവർക്ക് മുൻപോട്ട് പോകേണ്ടത്. പ്രാർത്ഥനയാണ് അവർ. ദൈവേഷ്ടത്തിനനുസരിച്ച് മുൻപോട്ട് പോകാനുള്ള പ്രാർത്ഥനയാണ് അന്ന് പ്രാർത്ഥിക്കുന്നത്. കാലം മാറി, 3.5 കൊല്ലം കഴിഞ്ഞു, ദൈവരാജ്യം വെളിപ്പെട്ടു. ആ ദൈവരാജ്യത്തിലെ രാജാക്കന്മാരായിട്ട് അവർ പരിലസിക്കുകയാണ്. ഇപ്പോൾ വാഴുകയാണ്, വാഴുന്നവരായി മാറിയിരിക്കുകയാണ്. ദൈവരാജ്യത്തിൽ അവർ വാഴുന്നവരായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ അന്നത്തേക്കുള്ള ആഹാരം ദൈവേഷ്ടമാണ് അല്ലെങ്കിൽ ദൈവഹിതമാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരണം. അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ ശമരിയാക്കാരി സഹോദരിയുമായിട്ട് ദീർഘമായൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് കർത്താവ്. അങ്ങനെ ദീർഘമായ സംഭാഷണമൊക്കെ കഴിഞ്ഞ് ശമരിയാക്കാരി സറണ്ടർ ചെയ്യപ്പെടുകയാണ്, അല്ലേ? അങ്ങനെ ദീർഘമായ സംഭാഷണമൊക്കെ കഴിഞ്ഞ് ശമരിയാക്കാരി അവിടെ അടിയറ പറയുകയാണ്. തുടക്കത്തിൽ ശമരിയാക്കാരി പിടിച്ചു നിൽക്കാൻ നോക്കി, ഇടിച്ചിടിച്ച് നിന്നു. ഒടുക്കം ഇപ്പോഴുള്ളവനും നിൻ്റേതല്ലെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ പിന്നെ ഇനി ഒന്നും പറയാനില്ല, വായി മൂടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയാണ് കാര്യങ്ങൾ വെളിപ്പെട്ട് വരണം. വരുമ്പോൾ വായടഞ്ഞു പോവും. പല ന്യായങ്ങളും തൊടുന്യായങ്ങളുമാണ് പലർക്കും പറയാനുള്ളത്. അപ്പോസ്തോലികം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു. തിക്കും തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരടുക്ക വന്ന് പറഞ്ഞു, ഗുരു ടൈം ഓവറായി. അപ്പോൾ ഗുരു നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം വായിക്കൂ. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 4:34. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അപ്പോൾ എൻ്റെ ആഹാരം, എൻ്റെ ഫുഡ് എന്താ? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത പ്രവൃത്തി തികയ്ക്കുന്നതാണ്. ലൂക്കോസിലുണ്ട് അവന് പ്രവൃത്തി ആരംഭിച്ചപ്പോൾ 30 വയസ്സായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ തുടക്ക സമയത്ത് മുന്നോട്ട് വരികയാണല്ലോ. പിന്നീട് അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പൂർത്തീകരിക്കപ്പെടണം. അത് കാൽവറിയിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അത് പൂർത്തീകരിക്കുന്നതിനുള്ള ആ ഒരു ഉത്സാഹത്തിലാണ് കർത്താവ്. അപ്പോൾ എന്താ ആഹാരത്തിൻ്റെ കാര്യം പറയുന്നത്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് തൻ്റെ ആഹാരം. അയച്ചവൻ്റെ ഇഷ്ടം. അതായത് ഈ അപ്പോസ്തലന്മാരെല്ലാം അയക്കപ്പെട്ടവരാണല്ലോ. തുടക്കത്തിലെ 3.5 വർഷക്കാലം അയക്കപ്പെട്ടവരെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ആ കാരണത്താൽ അവർക്ക് പല കാര്യങ്ങളും ചോദിച്ചും പറഞ്ഞുമാണ് അവർ ചെയ്യുന്നത്. ദൈവേഷ്ടം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാൽ മാളികമുറിക്ക് ശേഷം അങ്ങനെയല്ലെന്നേ. മാളികമുറിക്ക് ശേഷം ആത്മാവ് നയിക്കുകയാണ് യോപ്പയിലേക്ക്. യോപ്പയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ തബീതയെ എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് തോൽക്കലനായ ശീമോൻ്റെ വീട്ടിലേക്ക് പോകുന്നു. തോൽക്കലനായ ശീമോൻ്റെ വീട് കടപ്പുറത്താണ്. അങ്ങനെ കടപ്പുറത്ത് അവിടെ ആയിരിക്കുമ്പോൾ അവിടെ വാട്സപ്പിൽ ആർക്കും മെസ്സേജ് അയച്ചില്ല, ഇമെയിൽ അയച്ചില്ല, ഒന്നും അയച്ചില്ല, ആരെയും ഫോൺ വിളിക്കാനും പോയില്ല. അങ്ങനെ തോൽക്കലനായ ശീമോൻ്റെ വീട്ടിൽ പാർത്ത് വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു കേഫ തന്നെ നേരത്തെ പറഞ്ഞത് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ, ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം, ബാക്കിയുള്ളവരെ നമുക്ക് ഈ പ്രാപ്തരായ സഹോദരന്മാരെ കൊണ്ട് മേശമേൽ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ അവരെ അതിനെ ഏൽപ്പിക്കാമെന്ന്. എൻ്റെ ദൈവമേ, ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്ത മെസ്സേജ് ഉണ്ടല്ലോ, അതിനടിയിൽ വന്ന് ഒരു സഹോദരൻ വൺ മിസ്റ്റർ, അതായത് യവന സാമ്രാജ്യത്തിൻ്റെ ഗ്രേറ്റ് ലീഡർ, അദ്ദേഹത്തിൻ്റെ പേരാ പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ഞാനൊരു സർക്കാർ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് അത് ജസ്റ്റ് ഒന്ന് നോക്കിയത്. സർക്കാർ ഓഫീസിലെ വിഷയത്തിൽ നമുക്കൊരു തലക്കറങ്ങൽ കിട്ടുമെന്നറിയില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ തലക്കറങ്ങി ഓർത്തഡോക്സി പുള്ളി അങ്ങ് വെളിപ്പെടുത്തി. ആ മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത 6 പേരാണ് മെത്രാച്ചന്മാർ. അവർ
മേശമേൽ കുർബാന അർപ്പിക്കുകയായിരുന്നു എന്ന്. ഇതൊന്നും വായിച്ചിട്ടില്ലയോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് തട്ടിക്കയറുക. ശരിക്കും ഞാനിതൊക്കെ വായിക്കുമ്പോൾ ആളുകളുടെ മനോനിലയൊക്കെ അനുസരിച്ചാണ് ഞാൻ വായിക്കുന്നത്. അല്ല ചുമ്മാ നിങ്ങളൊന്നും വായിക്കുന്ന പോലെ, മനോരമ വായിക്കുന്ന പോലെയല്ല. അവരുടെ മനസ്സറിഞ്ഞ് അവരെന്നോട് സംസാരിക്കുന്ന പോലെ സ്നേഹത്തോടെയും അതുപോലെ തട്ടിക്കയറിയൊക്കെ. ഇയാൾക്കിതൊന്നും അറിയില്ലേ? അപ്പോൾ അവരുടെ മുഖഭാവമൊക്കെ എനിക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാനത് ഇങ്ങനെ ഈ പരിശുദ്ധ റൂഹ ആവസിക്കട്ടെ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഞാനതെങ്ങനെ ഏറ്റെടുത്തുകൊണ്ടാണ് വായിക്കുന്നത്. ഏറ്റെടുത്തുകൊണ്ട് വായിക്കും. അതൊരു ഭയങ്കര ഷോക്കായി പോയി കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു. ഇത്ര വൈകിപ്പോയി. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലാണ് കുർബാന സ്ഥാപിച്ചതെന്ന്. അതേസമയം വേറെ ഓർത്തഡോക്സുകാരെ കണ്ട അവനെ ശരിയാക്കി കളയും. യാക്കോബ് അപ്പോസ്തലനാണ് ആദ്യത്തെ കുർബാന മാളികമുറിയിൽ ചൊല്ലിയതെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അന്ന് അതിനുവേണ്ടി അപ്പം വേണമല്ലോ. ആ അപ്പം കൊണ്ടുവന്ന് എവിടെ നിന്ന് അപ്പത്തിനുള്ള പുളിപ്പ് കൊണ്ടുവന്നത് ഈ കർത്താവ് ശിഷ്യന്മാരും കൂടെ നേരത്തെ ഒരു 50 ദിവസം മുമ്പ് ഒരു അന്ത്യാത്താഴത്തിനിരുന്നല്ലോ. അന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തിൻ്റെ പെരുന്നാളിൽ ഇതൊന്നും കൂട്ടിമുട്ടുന്നുമില്ല, പറയുന്നൊന്നും ശരിയാകുന്നില്ലല്ലോ. അവിടെയാണ് പുളിപ്പില്ലാത്ത അപ്പമാണ് തിന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോൾ പുളിപ്പുള്ള അപ്പം, ആ പുളിപ്പ് കൈമാറി കിട്ടിയെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ചേരുന്നത്? ആ പുളിപ്പ് ഞങ്ങൾക്ക് കൈമാറി കിട്ടി. ഈ കൈവെപ്പ് പോലൊരു സംഭവമാണ്. നമ്മൾ നേരത്തെ ഒരു മെസ്സേജിൽ പറഞ്ഞതല്ലേ അത്, പുളിപ്പിൻ്റെ കൈമാറ്റെന്ന്. എല്ലാം പറഞ്ഞ് എങ്ങും കൂട്ടിമുട്ടുന്നില്ല. പിന്നെ ഈ ആൾതാമസം കുറവായതുകൊണ്ട് ആളുകൾ വർഷങ്ങളായിട്ട് സഹകരിച്ച് സഞ്ചരിച്ച് ഒരുമിച്ച് 934 സിന്ദാബാദ് എന്ന് പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഒരു 5 മിനിറ്റ് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ സമനില തെറ്റിപ്പോവും. എനിവേ ആ സഹോദരൻ എൻ്റെ സമനിലയൊന്നും തെറ്റിച്ച് കളഞ്ഞു, അത്രമാത്രം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ദൈവരാജ്യം വെളിപ്പെട്ടതിന് ശേഷം അപ്പസ്തോലന്മാരെ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. ദൈവഹിതം മനസ്സിലാക്കി, ദൈവേഷ്ടം മനസ്സിലാക്കി അതിനനുസരിച്ച് മുൻപോട്ട് പോവുകയാണ്. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പെന്തക്കോസ്തിലെ ഈ പ്രധാനപ്പെട്ട ലീഡേഴ്സിനോട് ചോദിക്കാൻ നോട്ടിക്കും. ഇനി അതിന് മുകളിൽ ലീഡറൊന്നുമില്ല, അവരോട് ചോദിക്കുകയാണ്. അവർ പറയും അതാത് ദിവസത്തേക്കുള്ള ഭക്ഷണം കഴിക്കണമെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷൻ പ്രീച്ചറോട് ചോദിച്ചാലും അവർ പറയും. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം കേട്ടല്ലോ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന്. ആ കാര്യം തന്നെയാണ് അപ്പോസ്തലന്മാരും മനസ്സിലാക്കിയത്. അതിനനുസരിച്ചാണ് 3.5 കൊല്ലം പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് അവരുടെ ജീവിതത്തിൽ എമ്പാടും ആ ഇഷ്ടം ചെയ്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ആഹാരമായിട്ട് എടുക്കുന്നത്. വേറൊരു ഭാഗത്ത് വരുമ്പോൾ നിൻ്റെ മാതാവും സഹോദരിയൊക്കെ നിന്നെ കാക്കുന്നു എന്നുള്ള രീതിയിലൊരു വാക്യമുണ്ടല്ലോ. അന്നേരം കർത്താവ് പറയുന്നില്ലേ, ആരാണ് തൻ്റെ മാതാവും സഹോദരങ്ങളെന്നൊരു ഒരു കാര്യം പറയുന്നുണ്ട്. അതിനൊരു ലിറ്ററൽ മീനിങ് അല്ല അവിടെ എടുക്കുന്നത്, അതിനൊരു സ്പിരിച്വൽ മീനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ ഇവർ ചോദിക്കുന്നത് സാധാരണ ഒരു ചോദ്യമാണ്, ചാപ്പാടടിക്കേണ്ടതെന്ന്. അതിന് കൊടുക്കുന്ന മറുപടി ആ രീതിയിലല്ല, നമുക്ക് കഴിക്കാം, ഇത്തിരി കഴിയട്ടെ, അല്ലെങ്കിൽ ഞാൻ കഴിച്ചതാണ്, അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഉടനെ അവിടെ ഒരു ഗംഭീരമായൊരു ആത്മീയ ആശയമാണ് കൊടുക്കുന്നത്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന് പറയുകയാണ്. അപ്പോൾ മത്തായി 6:11 നമ്മൾ കണ്ടെത്തിയ ഉത്തരം എന്താ? അന്നത്തേക്കുള്ള ആഹാരം എന്ന് പറയുന്നതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കണം. ആ പ്രാർത്ഥനയിലെ എല്ലാ കാര്യങ്ങളും എന്നും ഒരുപോലെയല്ല ഇരിക്കുന്നത്. അപ്പോൾ അത് മുൻപോട്ട് പോകുമ്പോൾ അതിനൊത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. അത് ഇങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ, മറിച്ചിലുകൾ എന്നൊക്കെയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഇതിൽ നിന്ന്. അപ്പോൾ ഒരു കാലത്തും മാറ്റമില്ലാത്ത കാര്യം തന്നെ, സ്വർഗസ്വനായ പിതാവേ നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, അതൊരു കാലത്തും മാറുന്നില്ലല്ലോ. നിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നിൻ്റെ രാജ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ ചിലർ പറയും കർത്താവിൻ്റെ രാജ്യം ഈ ഭൂമി സ്ഥാപിക്കില്ലേ? അത് നമ്മെ സംബന്ധിച്ച് അതൊരു ചേഞ്ച് മാത്രമാണ്. നാം ഓൾറെഡി ദൈവരാജ്യത്തിൽ വന്നു. ആ ദൈവരാജ്യം ഇനി അക്ഷരീക ദൈവരാജ്യമായിട്ട് ഇവിടെ വെളിപ്പെടുന്നുണ്ട്. ആ അക്ഷരീക ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതിൽ മുൻതൂക്കം യഹൂദനാണ്. അതിൻ്റെ ഭരണവും അതിൻ്റെ ഭരണചക്രമൊക്കെ തിരിക്കുന്ന യഹൂദനാണ്. അത് കേവലം ഒരു ദിവസത്തേക്കുള്ള ഭരണമാണ്. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് കേവലം ആത്മീയമായി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് കേവലം ഒരു ദിവസമേ ഉള്ളൂ. ഒരു ദിവസത്തെ ഭരണത്തിന് സഭയില്ല. സഭ അതിനെ ഓവറോൾ മാനേജ് ചെയ്യും. ആ ഒരു ദിവസത്തെ ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന യഹൂദന്മാരായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് രാജ്യം പുത്രൻ പിതാവിനെ ഏൽപ്പിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഡീറ്റെയിൽസ് ഉണ്ട്. 24 മുതൽ താഴേക്കുള്ള വാക്യത്തിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. പിന്നീട് ഈ കാണുന്ന ഭൂമി ഈ ആകാശവും മാറിപ്പോയി തൽസ്ഥാനത്തേക്ക് പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെടും. ആ പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം ഇറങ്ങി വരുന്ന നമ്മൾ കാണുന്നു.
പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം, പണി തീർക്കപ്പെട്ട സഭ, തൻ്റെ വിശുദ്ധ മണവാട്ടി, അതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്ന ആ നഗരം, അങ്ങനെ പുതിയ ഭൂമിയിലെ ഭരണം ആരംഭിക്കുകയാണ്. അത് യുഗകാലത്തേക്കുള്ളതാണ്. അതിന് എന്തെന്നാ പറയാൻ പറ്റുന്നത്? നിത്യത മുഴുവനും. ഇനി അതിന് കാലവും കണക്കൊന്നുമില്ല. നിത്യത മുഴുവനും ആ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ്. പുത്രൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം പുത്രൻ തന്നെയല്ല, അവൻ അവളോട് പറ്റിച്ചേർന്ന് ഏകാത്മാവായി തീർന്നു. അവർ ഇരുവരും ഇനി രണ്ടല്ല ഒന്നത്രേ. ഒരുമിച്ച് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് സകലത്തെയും അടക്കി ഭരിക്കുന്നത്. അങ്ങനത്തെ ഒരു ആത്മീയ നിലയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ 1000 ആണ്ട് വാഴ്ച. അതാണ് അക്ഷരികമായ ദൈവരാജ്യം, ലിറ്ററൽ ആയിട്ടുള്ള കിങ്ഡം വരുന്നു. യെരൂശലേം തൻ്റെ തലസ്ഥാനമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ യെരൂശലേമിൽ തൻ്റെ ത്രോൺ വെച്ചുകൊണ്ട്, തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മുഴു ലോകത്തെയും അന്ന് അടക്കി ഭരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇരുമ്പുകോൽ കൊണ്ടുള്ളൊരു ഭരണമാണത്. അതൊക്കെ സത്യമാണ്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. നിന്റെ രാജ്യം വരണമേ. രാജ്യം വന്നു കഴിഞ്ഞു. ഇനി അക്ഷരിക രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കതിനകത്ത് വലിയ റോളില്ല. യഹൂദനാണ് അതിൽ വലിയ റോള്. കാരണം ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ അവർക്കാണ് ആ വാഗ്ദത്തങ്ങൾ വെച്ചിരിക്കുന്നത്. ദാവീദ് അവരുടെ പ്രഭുവായിരുന്നു കൊണ്ടൊരു ഭരണമൊക്കെ വെളിപ്പെടും. അത് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ നിന്റെ രാജ്യം വരണമേ എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളായി നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അത് തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് നമ്മളെന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമൊന്നും അല്ല. നമ്മിൽ ബഹുഭൂരിപക്ഷം പേര് ഈ കാലത്ത് ജഡത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ദൈവ ഇഷ്ടം അറിയുന്നില്ലെന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലും ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, തിരുത്തുണ്ടെങ്കിൽ പറയണം കേട്ടോ. എൻ്റെ അറിവിൽ മലയാളക്കരയിൽ മലങ്കരയുടെ മണ്ണിൽ ഒരു പെന്തിക്കോസുകാരൻ്റെ ബാറും ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. പട്ടഷാപ്പും ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്നെ രേഖാമൂലം അറിയിക്കേണ്ടതാകുന്നു. പിന്നത്തേതിൽ ഇപ്പോൾ അറിയിക്കാൻ വരരുത്. അപ്പോൾ അതങ്ങനെ രേഖാമൂലം അറിയിക്കണം. അതേസമയം എൻ്റെ അറിവിലും എൻ്റെ ഉത്തമ ബോധ്യത്തിലും എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും, ധാരാളം കത്തോലിക്കരുടെ ബാറും, ധാരാളം ഓർത്തഡോക്സുകാരുടെ ബാറും, ധാരാളം യാക്കോബക്കാരുടെ ബാറും, ധാരാളം മർത്തോമക്കാരുടെ ബാറും ഉണ്ടെന്ന്. അതായത് ഈ പാനീയം, സോമരസം അത് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അത് സ്വർഗത്തിലെ ഇഷ്ടമാണോ? അത് എന്തായാലും ആ സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ, കെട്ടിടമൊക്കെ പണിത് കാര്യങ്ങളൊക്കെ ഫർണിഷ് ചെയ്ത് കഴിയുമ്പോൾ അച്ഛൻ വെഞ്ചിരിപ്പിന് ചെല്ലില്ലേ? ആ ബിൽഡിങ്ങിൽ വെഞ്ചിരിപ്പിന് ചെല്ലുമല്ലോ. അങ്ങനെ വെഞ്ചിരിപ്പിന് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ടല്ലോ, പൂച്ചക്കണ്ണൊക്കെയുള്ള ഒരു യൂറോപ്യൻ മോഡലിലുള്ള യേശു ക്രിസ്തു അവിടെ വെച്ചിട്ട് അവിടെ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആനാമ്പെള്ളവും തളിച്ച് അവിടെ വെഞ്ചിരിപ്പൊക്കെ നടത്തി അച്ഛൻ സന്തോഷത്തോടെ സ്വോത്രകാഴ്ചയും മേടിച്ചിട്ട് പിരിയും. ഓർത്തഡോക്സുകാരുടെ ആണെങ്കിൽ അവിടെ കൂദാശകൾ നടക്കും. ആ ബാറിനകത്ത് തന്നെ വന്ന് നിന്ന് കൂദാശ നടത്തണമെന്നില്ല. തൊട്ടപ്പുറയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കൂദാശ നടത്താമല്ലോ. കൂദാശ നടത്തിയാൽ പോരെ? തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കൂദാശ നടത്തുന്നു. തൊട്ടപ്പുറയുള്ള ബാറിൽ ഇവിടെ കുറേ അപ്പവും മുട്ടക്കറിയും വിൽക്കും. അതുകൊണ്ട് ഈ മുതലാളിക്ക് വല്ലതും കിട്ടാനുണ്ടോ? തൊട്ടപ്പുറയാണ് പാനീയങ്ങൾ കൊടുക്കുന്നത്. അതിലാണ് വല്ലതും 10 ചില്ലറ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ കൂദാശയൊക്കെ നടത്തി പിന്നെ അടുത്ത ദിവസം മന്ത്രിയോ ആരെങ്കിലും വന്ന് അത് ഓപ്പൺ ചെയ്യുന്നു. കാരണം രാജ്യത്തെ പൗരന്മാരുടെ ദാഹം തീർക്കാനുള്ള ഒരു സ്ഥാപനമല്ലേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇതും ക്രിസ്ത്യാനിയായിട്ട് തന്നെ ബന്ധം. പറയുമ്പോൾ അവരെല്ലാം പറയും ഞങ്ങൾ മാമോദീസ വെള്ളം വീണവരാ ക്രിസ്ത്യാനിയാന്ന്. എടാ ഉവ്വേ, നീ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണോ? നിന്നെ എങ്ങനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കും? ഏത് ഓർത്തഡോക്സുകാരനാകട്ടെ, കത്തോലിക്കനാകട്ടെ, പെന്തിക്കോസുകാരനാകട്ടെ, എന്നാ കോസ്, ദൈവ ഇഷ്ടം ചെയ്യാത്തവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയാകുന്നത്? ദൈവ ഇഷ്ടം ചെയ്യാത്തവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയാകുന്നത്? ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ കണ്ട രംഗങ്ങൾ ഇതുവരെ പെന്തിക്കോസിൽ വന്നിട്ടില്ല. വരാൻ സാധ്യതയുണ്ട്, വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ഞങ്ങളുടെ അടുത്തുള്ളൊരു പള്ളിയാണ് കോലഞ്ചേരി പള്ളി. ഒത്തിരി കാലം മാറാല പിടിച്ച് കിടന്നതാണ്, കടവാവലൊക്കെ പറന്ന് കിടന്ന പള്ളിയാണ്. എന്തായാലും സുപ്രീം കോടതി പറഞ്ഞു അത് തുറന്നു കൊടുക്ക്, ദേവലോകംകാർക്ക് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവലോകംകാരുടെ കയ്യിലാതിരിക്കുന്നത്. അവിടെ എന്തൊക്കെയോ ചില കശവിശകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പെട്ടെന്ന് ഞാനിത് തുറന്നു വന്നപ്പോൾ ഒരു മനുഷ്യൻ വാതിൽ തുറന്ന് തെറിച്ചും വരുക. 2-3 അച്ഛന്മാരൊക്കെ തെറിച്ച് മാറിപ്പോയി. അടി കൊടുത്തതാണ്, തെറിച്ച് പോയി താഴേക്ക്. കൈക്കാരനാണോ ട്രസ്റ്റിയാണോ ആരാണോ, എന്തായാലും 2-3 പേരെ ഒരുമിച്ചാണ് പുറത്തേക്ക് ചാടി വന്നത്. അങ്ങനെ നിങ്ങളൊക്കെ കണ്ടു കാണും, ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാണാത്തവരായിരിക്കാം. എങ്കിലും സാരമില്ല, ഞാനങ്ങ് പറയുക. ഒറ്റയടിക്ക് 2-3 പേര് ഒറ്റയടിക്ക് തെറിച്ചു പോയി. തെറിച്ചാൽ പുറത്തേക്ക് വരുന്ന വലിയ വില കൂടിയ മൊബൈലൊക്കെ പിടിച്ചുകൊണ്ടാണ് വീഴുന്നത്. എന്നാ വീഴ്ചയാണ് വീണേന്നറിയാം, ഭയങ്കര വീഴ്ച. അന്നേരം ചെമ്മാച്ചന്മാരവിടെ നിൽപ്പുണ്ട്, അച്ഛന്മാർ നിൽപ്പുണ്ട്, ഇവരൊക്കെ നിൽപ്പുണ്ട്. ഇതെല്ലാം സ്വർഗത്തിലെ ഇഷ്ടമാണോ? അപ്പം ചോദിക്കും പെന്തിക്കോസിലില്ലേന്ന്. ആയിട്ടില്ല, വരും. ഈ സെയിം സംഭവം ഇവിടെയും വരും. കാരണം ജഡത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഉറപ്പല്ലേ അടിതടയൊക്കെ.
തീർത്തും ജഡത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ. അവർ ചുമ്മാ ഇന്ന് ചൊല്ലുകയാണ്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ 10 പ്രാവശ്യം. ഒന്നൊന്നുമല്ല, ഒന്നാണെങ്കിൽ സമാധാനമുണ്ട്, 10 പ്രാവശ്യമൊക്കെ ചൊല്ലിക്കളയുന്നത്. എന്നിട്ടാണ് ഈ സർക്കസ് കളിയൊക്കെ, എന്നിട്ടാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവരെയൊക്കെ എങ്ങനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കും? ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ആരാ? സൃഷ്ടാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാണ്, അവൻ്റെ രാജ്യത്തിൽ വന്നവനാണ്, അവൻ വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ വന്നു, വെളിച്ചത്തിൻ്റെ മക്കളെന്ന നിലയിൽ വെളിച്ചം പകരുന്നവനാണ്, ഈ അന്ധകാര ലോകത്തിന് പ്രകാശം പരത്തുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. അവൻ എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുന്നവനാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതം എന്തോ അത് തന്നെ മതി എനിക്ക് എൻ്റേതായ ഒരു ഹിതമില്ല, ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല, ഞാൻ എനിക്കായി ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്താഗതിയിലുള്ളവനാണ്. അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടത്? ദൈവഹിതമാണ്, ദൈവേഷ്ടമാണ്. ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു കൃപ, അതിനുള്ളൊരു പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? വേറൊന്നും പറയാനില്ലെന്ന്, ഇത്രയേ ഉള്ളൂ. കൺക്ലൂഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ കാരണം. ഈ കാരണങ്ങളാൽ ഞങ്ങൾ എങ്ങനെ ജൽപ്പനം ചെയ്യും? ഇനി ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു എഫേസ്യ ലേഖനത്തിൽ നിന്ന്. അവിടെ ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗം എടുക്കാൻ പൗലോസ് ലേഖ പഠിപ്പിക്കുകയാണ്. ആ സർവായുധ വർഗ്ഗം എടുത്തതിന് ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടിയും മറ്റപ്പോസ്തലന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ പോരാടണമെന്നാണ് പറയുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം, സത്യസുവിശേഷത്തിൻ്റെ ചെരുപ്പ്, അതുപോലെ ആരൊക്കെ കെട്ടേണ്ട സത്യം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കെട്ടിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അല്ല ചുമ്മാ നിന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവൻ സർവായുധ വർഗ്ഗം ധരിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്, ഒരു യുദ്ധമാണ് ശരിക്കും. അതാണ് റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ കാണുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. അത് തന്നെയാണ് കൊലോസ്യ ലേഖനം അവസാനിക്കുമ്പോൾ ഏറ്റവും ഒടുക്കം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പ്രാർത്ഥനാ വീരനെ കുറിച്ചാണ് കാണുന്നത്. പോരാട്ടമാണ്, പ്രാർത്ഥനകളെല്ലാം പോരാട്ടങ്ങളാണ്, ആത്മയുദ്ധങ്ങളാണ്. ആത്മലോകത്ത് യുദ്ധങ്ങൾ നടക്കും. കാരണം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ 3-ാം സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിവിടുന്ന അവൻ്റെ ഹൃദയാഭിലാഷങ്ങളാണ്, അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ സംഭാഷണങ്ങളുമാണ്. അത് 2-ാം സ്വർഗത്തെ മറികടന്നാണ് പോകുന്നത്, അല്ലേ? സാത്താന്യ ലോകത്തെ മറികടന്ന് പോകുന്ന ഒന്നാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. പോരാട്ടമാണ്, പോരാട്ടം. അങ്ങനെ പോരാട്ട വീര്യമുള്ളവരാണ് ക്രിസ്ത്യാനികൾ, സത്യക്രിസ്ത്യാനികൾ. അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഗൗരവമാണ്. അവരെന്തെങ്കിലും പറഞ്ഞിങ്ങനെ ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. നന്മ നിറഞ്ഞ പറയുമേ 10 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യം, അതെല്ലാം ആണോ? ദൈവവചനമാകുന്ന വാള് കയ്യിലേന്തിക്കൊണ്ട് ആത്മാവിൽ ഒരുക്കമുള്ളവരായി നിന്നുകൊണ്ട് യുദ്ധങ്ങളാണ് പലപ്പോഴും. അതേസമയം തന്നെ ദൈവത്തോട് സംസാരിക്കും, അല്ലേ? ദൈവശബ്ദം കേൾക്കും. അങ്ങനെ വിവിധങ്ങളായ നിലകളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഇനി എന്തെല്ലാം പറയാനുണ്ടെന്നറിയാവോ? ഇനി ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും മറ്റ് സുവിശേഷങ്ങളിലും പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് ഈ അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒന്നെടുത്തെഴുതാൻ മേലായിരുന്നു. സഹോദരങ്ങളെ, നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലിക്കൊണ്ട് ഈ കാര്യത്തിലേക്ക് കടക്കാമെന്ന് എന്തുകൊണ്ടാണ് ഈ അപ്പോസ്തലന്മാർ പറയാത്തെ? അതിന് ഏറ്റവും ഉചിതമായ, ഏറ്റവും സാധിക്കുമായിരുന്ന സ്ഥലമാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം. അതുപോലൊരു സ്ഥലം വേറെയില്ല. ഒന്നാമത് സമയമുണ്ട്. പൗലോസിന് കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. കാരാഗ്രഹ ലേഖനമാണല്ലോ. സമയക്കുറവുകൊണ്ട് എഴുതാൻ വിട്ടുപോയി എന്ന് പറയാനും പറ്റില്ല. വേണ്ട സമയമുണ്ട്, എഴുതാൻ ഇനിയും സ്ഥലമുണ്ട്. കാരണം എഫേസ്യ ലേഖനം 6-ാം അധ്യായം എഴുതിയൊരു പകുതിക്ക് വന്ന് നിൽക്കുക, ഇച്ചിരിയും കൂടെ സ്ഥലമുണ്ട്, താഴേക്ക് വേണം എഴുതായിരുന്നു. അപ്പോൾ സർവായുധ വർഗ്ഗം എടുക്കാൻ പറഞ്ഞു. അതിനു മുമ്പ് നമുക്ക് പോരാട്ടമുണ്ടെന്ന് പറഞ്ഞു. വാഴ്ചകളോടും അധികാരങ്ങളോടും സൈറ്റാനിക് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് പ്രാർത്ഥന എന്ന പോരാട്ടത്തെക്കുറിച്ച്. പോരാടുന്നതിന് മുമ്പാണ് പറയുന്നത് സർവായുധ വർഗ്ഗം എടുക്കണമെന്ന്. അതിൻ്റെ കൂട്ടത്തിലും കൂടി ഒന്ന് എഴുതാൻ മേലായിരുന്നോ? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന മറന്നിട്ടൊരു ജീവിതം നമുക്കില്ല കേട്ടോ, ഇല്ല കേട്ടോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പഠിപ്പിച്ചതാണ്. മറ്റ് അപ്പോസ്തലന്മാരെല്ലാം രാവിലെയും വൈകിട്ടും അത് ചൊല്ലുന്നതാണ്. എഫെസോസിലുള്ള വിശുദ്ധന്മാർ നിങ്ങളും അത് ചൊല്ലണം, ഞങ്ങളൊക്കെ ചൊല്ലുന്നതാണ് എന്നൊക്കെ ഒന്ന് പറയണ്ടേ? പൗലോസ് വിട്ടുപോയെങ്കിൽ പോട്ടെ. യോഹന്നാൻ ഈ ലേഖനമൊക്കെ എഴുതി, യോഹന്നാൻ ഈ പുസ്തകമൊക്കെ എഴുതി ഏറ്റവും ഒടുക്കം വെളിപ്പാട് പുസ്തകം എഴുതിയല്ലോ. ആ 22-ാം അധ്യായത്തിലെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറ്. നമ്മുടെ കൂതാശകളിലും പരിപാടികളിലെല്ലാം സ്വർഗസ്ഥനായ പിതാവുണ്ടല്ലോ. അപ്പോൾ യോഹന്നാൻ ആ 22-ാം അധ്യായത്തിൽ അവിടെ ഒന്ന് എഴുതാൻ മേലായിരുന്നോ? സഹോദരങ്ങളെ, ഇത് നാളെ ഒരു കീറാമുട്ടിയാവും. പെന്തിക്കോസുകാരെന്ന് പറഞ്ഞൊരു കൂട്ടരൊക്കെ വരും. വന്നിട്ട് ഇവന്മാർ പറയും ഇതൊന്നും ചൊല്ലേണ്ട കാര്യമില്ല,
ഞങ്ങൾ വേറെ രീതിയിലാണ് ചൊല്ലുന്നതെന്നൊക്കെ പറയും. അതിനൊന്നും ഇട കൊടുക്കാതെ വളരെ കോൺക്രീറ്റ് ആയിട്ട് അവിടെ എഴുതാമായിരുന്നല്ലോ. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബൈബിൾ അവസാനിപ്പിച്ചേക്കാമെന്ന് പറയാമായിരുന്നല്ലോ. എവിടെയെങ്കിലും എഴുതി വെച്ചോ? അതുപോലെ തന്നെയാണ് കേട്ടോ ആദ്യം പറഞ്ഞ കാര്യം, അന്നത്തേക്കുള്ള ആഹാരം. ഈ അപ്പോസ്തലന്മാർ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സിംഗിൾ ലൈൻ ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമേ, അന്നത്തേക്കുള്ള ആഹാരം തരണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കാണിക്കാമെങ്കിൽ രേഖാമൂലം പിന്നീട് എന്നെ കാണിക്കുക. രേഖാമൂലം പിന്നീട് അറിയിക്കുക. ഇപ്പം അറിയിക്കാൻ പറ്റരുത്, സമയമില്ല. ഒരു അപ്പോസ്തലന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ധ്വനി വരുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മത്തായി 6 തന്നെ അന്നത്തേക്കുള്ള ആഹാരത്തെക്കുറിച്ച് പറഞ്ഞ മത്തായി 6 തന്നെ പറയാണ്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടരുതെന്ന്. അതെല്ലാം പറയുന്ന അധ്യായത്തിൽ ഇത് ഉള്ളതെന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങളുടെ അകക്കണ്ണുകൾ കൂടുതൽ പ്രകാശിക്കട്ടെ. ചില കാര്യങ്ങളും കൂടെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, സമയം കുറവുള്ളതുകൊണ്ട് ഞാനിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആത്മീയ വിഷയത്തിൽ നല്ല ധാരണയുള്ളവരായി, ഗൗരവമുള്ളവരായി, ശക്തരായി മുന്നേറുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഈ വചനധ്യാനവും ഈ പ്രഭാഷണവും ഒക്കെ നമ്മുടെ പ്രിയങ്കരനായ അച്ഛനും മറ്റുള്ളവർക്കും ഒന്നും ഒരു എന്താ പറയുക, ഒരു അലോസരം ഉണ്ടാകാത്ത രീതിയിൽ അതിൻ്റെ നല്ല പോസിറ്റീവ് വശത്തിലെടുക്കാനായിട്ട് അവരെയൊക്കെ പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.